സംഗീതം ഹൃദയത്തിന്റെ ഭാഷയാണ്. ഹലോ, നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് മലയാള സംഗീത സംവിധായകനായും മലയാള സംഗീത സിംഗറായിട്ടും ഒക്കെ നമുക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള എം ജയചന്ദ്രൻ സാറാണ്. സാർ, നമസ്കാരം. 30 വർഷത്തിലേറെയായി മലയാള സംഗീത രംഗത്ത് തന്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. ഒരുപാട് സിനിമകളിലൂടെ ഒരു മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മെലഡികൾ സമ്മാനിച്ച ഒരാള്. അപ്പൊ ഈ ഒരു ജീവിത യാത്രയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മറ്റു വാക്കിന് മറുപടി പറയാനാണ് ഇഷ്ടം. എന്നാലും ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ആ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുണ്ടായിട്ടുള്ള ഡിഫറൻസ്. അതിനെങ്ങനെയാണ് പറയാം? പയ്യനെല്ലാം സ്വപ്നമായിരുന്നു, വലിയ സ്വപ്നമായിരുന്നു. ഒരു മ്യൂസീഷ്യനാവുക, പാട്ടുകാരനാവുക, ഒരു മ്യൂസിക് കമ്പോസറാവുക. അപ്പോൾ ഇന്നിവിടെ ഇരിക്കുമ്പോൾ ആ പയ്യനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് ഇപ്പോഴത്തെ ജനറേഷനിലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വളർന്നു വരുന്നുണ്ട്, ഒരുപാട് സിംഗേഴ്സ്. അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇന്ന് ലഭ്യമാണ്. അപ്പൊ സാറ് ഒരുപാട് റിയാലിറ്റി ഷോയിലെ ജഡ്ജായിട്ട് ഇരിക്കുന്നതാണ്. അവർക്കൊരു മെന്റർ എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ ആ ചെറിയ കുട്ടികളുടെ ഒക്കെ അവരുടെ സൂപ്പർ ടാലന്റിനെ നേരിട്ട് വിറ്റ്നസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു അനുഭൂതി എന്താണ്? അതൊരു അത്ഭുതമാണ്, അനുഭൂതിയാണ്. അത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത, വാക്കുകളൊന്നും വിവരിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. നാളത്തെ ടോപ്പ് ഷെയറേഴ്സ് നമ്മുടെ മ്യൂസിക്കിന്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ, നമ്മുടെ ലിറ്ററേച്ചറിന്, നമ്മുടെ ആർട്ടിന്, എല്ലാത്തിൻ്റെയും ടോപ്പ് ഷെയറേഴ്സാണ്. അപ്പോൾ അവരെ മെൻറ്റർ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അടുത്ത ജനറേഷന് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. ഓരോരുത്തരുടെ കുറ്റം കണ്ടുപിടിക്കില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മ്യൂസിക് അല്ലാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കാറില്ല. ഇറ്റ്സ് ഓൺലി അബൌട്ട് മ്യൂസിക്. ബി ഫോക്കസ്ഡ് ഓൺ മ്യൂസിക് ആൻഡ് ബീയിങ് ഇൻ മ്യൂസിക് ആൻഡ് ലിവിങ് എവറിത്തിങ് എൽസ്. ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റേറ്റ് അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ഒരു ലെജൻഡിൽ നിന്ന് കിട്ടിയ റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ ഇതിലുള്ള ഓഡിയൻസിൽ ഉണ്ടായ ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ ഇതിലൊരു പർട്ടിക്കുലർ മൊമെന്റ്, ഓക്കെ, ഇതെന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്, എനിക്ക് എക്കാലത്തും സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു നിമിഷമാണ്, അങ്ങനെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് മുഹൂർത്തങ്ങൾ എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം? ഒരു മുഹൂർത്തം പറയുന്നത് ഈ ഷെഡ്കാലം, 6 കാലത്ത് 6 കുറച്ച് സിമ്പിളായിട്ട് പറയാം. അങ്ങനെ ഒരു കോമ്പോസിഷൻ, കരയിലേക്ക് ഒരു കടൽപൂരം എന്ന് പറഞ്ഞ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചുകുട്ടിക്കാലത്ത് തൊട്ടുള്ള ഐഡലാണ് ബാലമുരളി കൃഷ്ണസ്വാമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് കേൾപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് ലൈക്ക് എ ജുവൽ ഇൻ ദ ക്രൗൺ. അപ്പോൾ അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അദ്ദേഹമൊക്കെ ആകാശമാണെങ്കിൽ ഞാൻ വെറും ഇവിടെയൊക്കെ നിൽക്കുന്ന കുട്ടി പോലെയാണ്. സാറിന്റെ ഒരുപാട് മെലഡികളുണ്ട് പ്രിയപ്പെട്ടതായിട്ടുള്ളത് നമ്മൾ മലയാളികൾക്ക്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് ഇത്രയ്ക്കും ഒരു ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാത്ത, പക്ഷെ പ്രേക്ഷകർ അത് വളരെ മനോഹരമായി ഏറ്റെടുത്ത് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു സോങ് പറയാൻ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്കറിയാം, എന്നാലും ഒരു പാട്ട് അങ്ങനെ പറയാൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതുവരെ ഞാൻ കമ്പോസ് ചെയ്തിട്ടില്ല. ഇനി അതിനായി കാത്തിരിക്കുന്നു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കോമ്പോസിഷൻസ് മറ്റ് സംഗീത സംവിധായകர்களാണ്. ഇതൊക്കെയാണ് ഞാനിപ്പോൾ കേൾക്കുന്നത്. ഈ വ്യത്യസ്തരാം ഒരു ബാർബറാം ബാലിനെ സത്യത്തിലായി തിരിച്ചറിഞ്ഞുള്ള പാട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു സിറ്റുവേഷണൽ സോങ് ആയിട്ട് അങ്ങനെയാണ് പോവുക എന്ന് വിചാരിച്ചു. പക്ഷേ അതാണ് ഒരുപക്ഷെ ഞാൻ ആ ഇടങ്ങളിലൊക്കെ, ആ കാലങ്ങളിലൊക്കെ ഏറ്റവും അധികം എൻ്റെ കോൺസേർട്സിലൊക്കെ ഏറ്റവും അധികം പാടിയ പാട്ട്. പല ആൾക്കാരും പാടിയത് അതാണ്. ഒരു കാലത്തൊരു റേഞ്ചായിട്ട് മാറുക. അതെങ്ങനെ വരും? അപ്പോൾ അതൊരു സിറ്റുവേഷണൽ സോങ്. സിനിമയിൽ അങ്ങനെയാണല്ലോ, ചില സിറ്റുവേഷൻസിനായിട്ട് മാത്രം ഉണ്ടാക്കപ്പെടുന്ന പാട്ട് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ നിൽക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ആ പാട്ട് അതെല്ലാം ആ ബാരിയേഴ്സിനൊക്കെ ബ്രേക്ക് ചെയ്ത് ആൾക്കാരുടെ ഉള്ളിൽ കടന്നു എന്നുള്ളത് ഒരു അത്ഭുതം. അങ്ങനെ പല പാട്ടുകളും നമുക്ക് കേൾക്കാം. ഒരു സോങ് കമ്പോസ് ചെയ്യുന്ന സമയത്ത്
ഡയറക്ടറുടെ കാഴ്ചപ്പാടാണോ അല്ലെങ്കിൽ ആ വരികളുടെ ആഴം അതോ അല്ലെങ്കിൽ ആ ഒരു സീനിന്റെ ഇമോഷൻ ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്? മൂന്നും വേണം. ഇത് മൂന്നും വേണം, സിനിമയ്ക്ക് ഒത്തൊരുമിച്ച് വന്നാലാണ് അത് നല്ലത്. ഡയറക്ടറാണ് ക്യാപ്റ്റൻ. അപ്പോൾ സിനിമയുടെ ഇമോഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ലിറിക് വളരെ ഇമ്പോർട്ടൻറ്റ്. മ്യൂസിക് ആ പാട്ട് എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേരുന്നു. ഏതെങ്കിലും ഒന്നല്ല, എല്ലാം കൂടെ ഒന്നാവണം. ലൈഫിൽ ഒരുപാട് ലെജൻഡ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ലെജൻഡിന്റെ ഒപ്പമുള്ള ഒരു വേദിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കുറിച്ചായിരുന്നു? യേശുദാസ് സാറാണ് എനിക്ക് ഞാൻ ഏറ്റവും ആരാധിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന. അത് രണ്ട് രീതിയിലാണ്. ആ മ്യൂസീഷ്യനായിട്ടും അദ്ദേഹത്തിനടുത്തുള്ള ഒരു പേഴ്സണൽ ഞാൻ ഒത്തിരി ഞാൻ ഓർക്കുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു കോൺസേർട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടക്ട് ചെയ്യാൻ പോകും. അപ്പോൾ ദാസാറ് സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് 127 കിലോ ഉണ്ട് വെയിറ്റ്. അപ്പോൾ ദാസാറ് പറഞ്ഞു, മോനെ ബിരിയാണി ഒന്നും നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഒരു 10,000 ഓഡിയൻസ് ഉണ്ട്, അവരുടെ മുമ്പിലാണ് ചോദിക്കുക. അപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്, അയ്യോ ഞാൻ ഇങ്ങനെ തടിച്ച് കഴിച്ച് വേറൊരു രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ബ്രെഡ് കൂടി പോകുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എനിക്കൊരു പുസ്തകം, ആ പുസ്തകം എന്താ വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ച് നമ്മൾ കഴിക്കാവുന്നതും കഴിക്കാൻ പാടില്ലാത്തതും ന്യൂട്രലായിട്ടുള്ള ഫുഡിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഞാൻ വായിച്ചപ്പോഴത്തേക്കും അന്ന് ഇഷ്ടംപോലെ ചിക്കൻ, മട്ടൺ, ബീഫ് ഇതൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ 3 നേരം തട്ടിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയാണ് കത്തി ഈ രീതിയിലായത്. അപ്പോൾ എനിക്ക് അതിൽ എഴുതിയിരുന്ന എൻ്റെ ഗ്രൂപ്പ് അനുസരിച്ച് ഞാൻ ഒഴിവാക്കേണ്ടത് ഈ മീറ്റാണ്. അത് ഇപ്പോൾ 15 വർഷമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അത് ദാസ ഒരു വാക്കിലാണ്. ഒരുപാട് എന്താ പറയാ, നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത് സാറിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ പാട്ട് പാടാൻ കഴിവില്ലാത്ത ആളാണ്, അത്രയ്ക്കങ്ങനെ അറിയാത്ത ആളാണെങ്കിൽ പോലും അതിന്റെ വരികൾ ഇഷ്ടപ്പെടുന്നു, അതിന്റെ ആ ട്യൂൺ അവർ പാടി നടക്കുന്നു, അങ്ങനത്തെ അതിന് ആ ഒരു കഴിവ്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കഴിവ് എന്നല്ല കൃത്യമായിട്ട് പറയാം, അത്തരത്തിലുള്ള പാട്ടുകളെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, ഇങ്ങനെ ഇത്തരത്തിലുള്ള പാട്ടുകൾ ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചില്ല. അത് സംഭവിച്ചു. അത് ഒരു കലാരൂപം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് മാനുഫാക്ചർ. ആ ഹാപ്പനിങ്ങിനാണ് നമ്മൾ കല എന്ന് പറയുന്നത്. ആ ഹാപ്പനിങ്ങിനാണ് നമ്മൾ പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ വന്ന് ചേർന്നതാണ്. അതെങ്ങനെ വന്ന് ചേർന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവസാനമായിട്ട് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ബിസി ലൈഫാണ്, എങ്ങനെയാണ് ഇത്ര സന്തോഷത്തോടെ ഇങ്ങനെ ചില്ലായി മുന്നോട്ട് പോകുന്നത്? ടെൻഷൻ ഇല്ലാത്ത ആളല്ല, സ്ട്രെസ്ഡ് ഔട്ട് ആവാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ മേളിലായിട്ട് നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുണ്ട്. ലോകത്തിൻ്റെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്, അല്ലേ? നമ്മൾ ഈ രീതിയിൽ കാണുമ്പോൾ റിയാലിറ്റി ഷോസിലാണ് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട തെറ്റാണ്. അപ്പം അങ്ങനെ അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾക്കും ആ കുട്ടികൾക്ക് ഒരു കംഫോർട്ട് ഉണ്ട് അവിടെ നിൽക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് തോന്നുന്നു ഭയങ്കര ഇത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാവുന്ന കാര്യമാണ് സ്നേഹം. അതൊരു നമുക്ക് മാർക്കറ്റിൽ പോയി സ്നേഹം മേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ ഫുഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുന്ന കാര്യമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. സ്നേഹം സംഗീതത്തിലൂടെ ഇത് പടരുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ദിസ് വേൾഡ് ബിക്കംസ് എ ബെറ്റർ പ്ലേസ് ടു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളായിട്ട് പങ്കുവെച്ചു. സാറിന്റെ പാട്ടുകൾ പോലെ തന്നെ ഈ ഇന്റർവ്യൂ ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യലാണ്. താങ്ക് യു സാർ.